എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 5 ഇന്ന് ആരംഭിക്കുന്നു. ദുർവാസസ് മഹർഷി എവിടെ ചെന്നാലും പിന്നാലെ ആ സുദർശന ചക്രം അദ്ദേഹത്തിന്റെ പിന്നാലെ അങ്ങനെ തപിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സുദർശന ചക്രത്തിന്റെ ആ ജ്വലിക്കുന്ന ചക്രത്തിന്റെ ആ ചൂട് സഹിക്കാൻ വയ്യാതെതാ ഭഗവാൻ പറഞ്ഞതിനനുസരിച്ച് അദ്ദേഹം അംബരീഷ മഹാരാജാവിന്റെ കാൽക്കൽ തന്നെ ചെന്ന് വീഴുന്നു. മഹാരാജാവ് വളരെ ആ മഹർഷി കാൽക്കൽ വീണ് നമസ്കരിക്കണമെന്ന് കണ്ടപ്പോ അദ്ദേഹത്തിന് എന്താ വേണ്ടതെന്ന് അറിഞ്ഞുകൂടാതെ വല്ലാത്ത വ്യസനം. ഇത്രയും തപസ്യായിട്ടുള്ള മഹർഷി എന്റെ പാദങ്ങളില് അങ്ങനെ നമസ്കരിക്കേ. അദ്ദേഹത്തിന് ലജ്ജയെന്നാ പറയണത്. വളരെ വിഷമവും തോന്നി. ദുർവാസസിന്റെ ദുഃഖം കണ്ടിട്ട് അങ്ങനെ അദ്ദേഹം സുദർശന ചക്രത്തെ സ്തുതിച്ച് ശാന്തനാക്കി മഹർഷിയെ ചക്രത്തിന്റെ കോപത്തിൽ നിന്നും രക്ഷിക്കുന്നു. അതാണ് ഈ 5-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം പ്രവ്രജന്തം അനുപേതമഭേദകൃത്യം ദ്വൈവായനോ വിരഹകാതരാജുഹാവ പുത്രേതി തന്മയതയാദരവോഭിനേദു തം സർവഭൂതഹൃദയം മുനിം ആനതോസ്മി. യസ്വാനുഭാവം അഖിലശ്രുതിസാരമേകം അധ്യാത്മദീപം അതിതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാക പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. കഥാമയം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതേ ത്വദീയേ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുതേശ. കൊണ്ടൽക്കാരണിവർണ്ണനെ കരളലിഞ്ഞും കൊണ്ടു ഹൃത്തിൽ സദാ കണ്ടും കൊണ്ടു ശുഗോക്ത ഭാഗവത പീയൂഷം നുകർന്നിടുവാൻ വേണ്ടും മാധുരി തൊട്ട സർവഗുണമെൻ വാണിക്കിണക്കിയിട്ടു ചൊൽക്കൊണ്ടിപ്പോൾ പൊതിയിൽ തെളിഞ്ഞു വിലസും തസ്മിക്കിതാ വന്ദനം രക്ഷിക്കിതാ വന്ദനം. ഗംഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവത നവമസ്കന്ധ പഞ്ചമോധ്യായ. ശ്രീശുക ഉവാച. ഏവം ഭഗവതാദിഷ്ടോ ദുർവാസചക്രതാപിത അംബരീഷമുപാവൃത്യ തൽപാദോ ഖിതോഗ്രഹീൽ. ഏവം ഭഗവതാ ആദിഷ്ട. ഇപ്രകാരം ഭഗവാനാൽ ഉപദേശിക്കപ്പെട്ടും ചക്രതാപിത ചക്രത്താൽ തപിപ്പിക്കപ്പെടുന്നവനും ദുഃഖിത ദുഃഖിക്കുന്നവനുമായ ദുർവാസസ് അംബരീഷം ഉപാവൃത്യ അംബരീഷനെ പ്രാപിച്ചിട്ട് തൽപാദവും അദ്ദേഹത്തിന്റെ പാദങ്ങളെ ഗ്രഹിച്ചു. ശ്രീ സുഖബ്രഹ്മർഷി പറയാണ്, ഇങ്ങനെ ഭഗവാൻ ഉപദേശിച്ചതനുസരിച്ച് ചക്രാഗ്നിയാൽ തപിപ്പിക്കപ്പെട്ടും അതുകൊണ്ട് അങ്ങനെ വളരെ ദുഃഖിച്ചും ഇരിക്കുന്ന ആ ദുർവാസസ് അംബരീഷ മഹാരാജാവിന്റെ സമീപത്ത് വന്ന് അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. തസ്യ സോദ്യമനം വീക്ഷ്യ പാദസ്പർശ വിലജ്ജിത
അസ്താവിൽ തൽ ഹരേരസ്ത്രം കൃപയാ പീഡിതോ ഭൃശം. തസ്യ അദ്ദേഹത്തിന്റെ ഉദ്യമത്തെ വീക്ഷ്യ കണ്ടിട്ട് പാദസ്പർശ വിലജ്ജിത പാദസ്പർശത്താൽ വിലജ്ജിച്ചവനായ സ അദ്ദേഹം കൃപയാ ഭൃശം പീഡിത കരുണയാൽ ഏറ്റവും പീഡിപ്പിക്കപ്പെട്ടവനായിട്ട് ഹരിയുടെ തത് അസ്ത്രം ആ അസ്ത്രത്തെ അസ്താവിൽ തുതിച്ചു. ദുർവാസസ് മഹർഷിയുടെ അദ്ദേഹം ഓടി വന്ന് അംബരീഷ മഹാരാജാവിന്റെ കാക്കല് വീണ അങ്ങോട്ട് നമസ്കരിച്ചു. പാദത്തെ അങ്ങോട്ട് സ്പർശിച്ചില്ലേ, അദ്ദേഹത്തിന് വളരെ ലജ്ജ തോന്നി എന്നാ പറയണത്. അദ്ദേഹം തന്റെ പാദം ഇങ്ങനെ സ്പർശിക്കേ ഈ ഇത്രയും തപസ്വിയായിട്ടുള്ള മഹർഷി, അതുകൊണ്ട് അദ്ദേഹത്തിന് വളരെ ലജ്ജ തോന്നിയെന്ന് മാത്രല്ല വളരെ ദുഃഖം തോന്നി. ഇങ്ങനെ ഒരു ഇത് വേണ്ടി വന്നില്ലേ എന്നുള്ള ദുഃഖം, അദ്ദേഹത്തിന്റെ ആ സന്താപം കണ്ടിട്ട് രാജാവിന് അദ്ദേഹത്തിനോട് വളരെ കാരുണ്യം തോന്നി. അങ്ങനെ വളരെ വ്യസനിച്ചുകൊണ്ട് ഭഗവാന്റെ ആ അസ്ത്രത്തെ അങ്ങോട്ട് സ്തുതിക്കാൻ തുടങ്ങുകയാണ് അദ്ദേഹം. അംബരീഷ ഉവാച ത്വമഗ്നിർഭഗവാൻ സൂര്യ ത്വം സോമോ ജ്യോതിഷാംപതി ത്വമാവസ്ത്വം ക്ഷിതിർവ്യോമ വായുർമാത്രേന്ദ്രിയാണി ച. ജ്യോതിഷാം നക്ഷത്രങ്ങളുടെ പതി നാഥനായ, സോമ ചന്ദ്രൻ, മാത്രേന്ദ്രിയാണി മാത്രകളും ഇന്ദ്രിയങ്ങളും. മാത്രകൾ എന്ന് പറഞ്ഞാൽ ശബ്ദ സ്പർശ രൂപ രസ ഗന്ധങ്ങള്, ഇന്ദ്രിയങ്ങള് ശ്രോത്രാദികള്, ആപ ജലം, ക്ഷിതി ഭൂമി, ത്വം നിന്തിരുവടി. അംബരീഷ മഹാരാജാവ് സുദർശനത്തെ സ്തുതിക്കുന്നത് ഭഗവാനായിട്ട് കണ്ടുകൊണ്ടാണ്. ഭഗവാനും ആ സുദർശന ചക്രവും വേറെയല്ല, ഭഗവാന്റെ ശക്തി തന്നെയല്ലേ. അപ്പൊ രണ്ടും ഒന്നാണെന്നുള്ള ഒരു ഭാവത്തോടു കൂടിയാണ് അദ്ദേഹം ആ ചക്രത്തെ സ്തുതിക്കുന്നത്. ഹേ ചക്രസ്വരൂപനായ ഭഗവൻ, നിന്തിരുവടി അഗ്നിയാകുന്നു. ഭഗവാനായ സൂര്യനും നക്ഷത്രങ്ങളുടെ നാഥനായ ചന്ദ്രനും അവിടുന്നാകുന്നു. ജലം, ഭൂമി, ആകാശം, വായു, ശബ്ദാദി വിഷയങ്ങള്, ഇന്ദ്രിയങ്ങള്, ഇതെല്ലാം അവിടുന്ന് തന്നെയാകുന്നു. സുദർശന നമസ്തുഭ്യം സഹസ്രാരാച്യുത പ്രിയ സർവാസ്ത്രഘാദിൻ വിപ്രായ സ്വസ്തി ഭൂയാ ഇടസ്പദേ. ഹേ സുദർശന, നിന്തിരുവടിക്കായിക്കൊണ്ട് നമസ്കാരം. സഹസ്രം ആരങ്ങളോടുകൂടിയവനെ, ഹേ അച്യുതപ്രിയ, സർവ അസ്ത്രങ്ങളെയും സംഹരിക്കാൻ സമർത്ഥ, ഹേ ഭൂമിപതേ, നിന്തിരുവടിക്ക് നമസ്കാരം. ബ്രാഹ്മണന് സ്വസ്തിപ്രദനായി ഭവിച്ചാലും ത്വം ധർമ്മ ത്വം ഋതം സത്യം ത്വം യജ്ഞോ അഖില യജ്ഞഭുക് ത്വം ലോകപാല സർവാത്മാ ത്വം തേജ പൗരുഷം പരം. ഭഗവാനെ, അവിടുന്ന് ധർമ്മസ്വരൂപനും സത്യസ്വരൂപനും ഋതസ്വരൂപനും യജ്ഞസ്വരൂപനും സമസ്ത യാഗഫലദാനം ചെയ്യുന്ന സർവേശ്വര സ്വരൂപനും ലോകപാല സ്വരൂപനും സർവാത്മസ്വരൂപനും തേജോരൂപനും മഹാപുരുഷനായ ഈശ്വരന്റെ പരമസാമർഥ്യ സ്വരൂപനുമാകുന്നു. എന്നതാ സുദർശന ചക്രത്തെ വീണ്ടും വീണ്ടും സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു മഹാരാജാവ്. നമുക്ക് ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ